നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാതാപിതാക്കളെ ബഹുമാനിക്കണം. മാതൃകയായി സെയിന്റ് ജോസഫ് ആൻഡ് ക്ലാരറ്റ് ഇടവക. FBI മേധാവിയായി ഇന്ത്യൻ വംശജൻ ക്യാഷ് പട്ടേലിനെ നാമനിർദ്ദേശം ചെയ്ത നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മണിപ്പൂർ വംശീയ കലാപം മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ രാജിക്കായി കൂടുതൽ പേർ രംഗത്ത്. കൊടകര കുഴൽപ്പണ കേസ് ആരോപണവുമായി തൃശൂർ ജില്ലാ ഓഫീസ് മുൻ സെക്രട്ടറി തിരൂർ രതീഷ്. ഫെങ്കൽ ചുഴലിക്കാറ്റ് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന ദൈവകൽപ്പന ഉദാഹരണ സഹിതം കുട്ടികൾക്ക് കാണിച്ച് മാതൃകയായിരിക്കുകയാണ് ബാംഗ്ലൂർ മാണ്ഡ്യ രൂപതയിലെ സെയിന്റ് ജോസഫ് ആൻഡ് ക്ലാരറ്റ് ഇടവക. പിതൃവേദി, ലേ ക്ലരീഷ്യൻ, മെഡിക്കൽ ഫ്രട്ടേണിറ്റി എന്നീ സംഘടനകളുടെ സഹായത്തോടെ ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ കുഴിവേലിന്റെ നേതൃത്വത്തിലായിരുന്നു ക്രിസ്തുമസിന് ഒരുക്കമായി ഇടവകയിലെ മുഴുവൻ കിടപ്പ് രോഗികളെയും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ മാതാപിതാക്കളെയും ദേവാലയത്തിലെത്തിച്ച് പ്രത്യേക ദിവ്യബലി അർപ്പിച്ചു പ്രാർത്ഥിച്ചത്. സെയിന്റ് ജോസഫ് ആൻഡ് ക്ലാരറ്റ് ഇടവക വികാരിയും ക്ലരീഷ്യൻ സഭാംഗവുമായ ജസ്റ്റിൻ കുഴിവേലിൽ അച്ഛന്റെ നാളുകളായുള്ള സ്വപ്നമായിരുന്നു ഇടവകയിലെ മുഴുവൻ കിടപ്പ് രോഗികളെയും മുതിർന്ന മാതാപിതാക്കളെയും ദേവാലയത്തിലെത്തിച്ച് അവർക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നത്. നാളുകളായി നാട്ടിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് കുടിയേറിയ കുടുംബങ്ങളിലെ പ്രായമായ മാതാപിതാക്കൾക്ക് സ്വന്തം ഇടവക ദേവാലയത്തിൽ ഒരു ദിവ്യബലിയിൽ സംബന്ധിക്കുവാൻ കഴിഞ്ഞതും പ്രത്യേക പരിഗണന ലഭിച്ചതും അവരെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിന്റെ അനുഭവമായി മാറി. കിടപ്പ് രോഗികൾക്കായി കട്ടിലുകൾ, വീൽചെയർ, മെഡിക്കൽ സൗകര്യങ്ങൾ, ആംബുലൻസ് എന്നിവ ഒരുക്കിയിരുന്നു. ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ കുഴിവേലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും കുർബാന മധ്യ നൽകിയ സന്ദേശത്തിൽ തന്റെയും ഇടവകയുടെയും പ്രാർത്ഥനയും വാത്സല്യവും കുർബാനയിൽ പങ്കെടുത്ത മാതാപിതാക്കളെ അറിയിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത എല്ലാ സൺഡേ സ്കൂൾ കുട്ടികളോടും മാതൃകയാകാനും ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ മതബോധനം ഇതാണെന്നും പറഞ്ഞു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാ രോഗികൾക്കും മാതാപിതാക്കൾക്കുമായി വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥന നടത്തുകയും അവർക്ക് ക്രിസ്തുമസ് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ഫെങ്കൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തെ തുടർന്ന് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട്. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായേക്കാം. മലയോര മേഖലകളിൽ കർശന ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. മലയോര മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഭരണകൂടം നിർദ്ദേശം നൽകി. അതിശക്തമായ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം തുടങ്ങി. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്നതിനാൽ മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയവും പോലുള്ള സാഹചര്യമുണ്ടാകാനും സാധ്യതയുണ്ട്. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാം. മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ തയ്യാറാവണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു. അതേസമയം തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുകയാണ്. തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. VOC നഗറിലെ 3 വീടുകളാണ് മണ്ണിനടിയിലായത്. രാജ്കുമാർ എന്നയാൾക്കും 7 കുടുംബത്തിനുമായി തിരച്ചിൽ തുടരുകയാണ്. സംഭവ സ്ഥലത്തു നിന്നും 50 പേരെ ഒഴിപ്പിച്ചു. ഫെങ്കൽ ചുഴലിക്കാറ്റ് അതിശക്തമായ ന്യൂനമർദ്ദമായി മാറിയതോടെ തിരുവണ്ണാമലയിൽ ഞായറാഴ്ച ഉച്ച മുതൽ ശക്തമായ മഴയാണ്. തമിഴ്നാട്ടിൽ പരക്കെ മഴ പെയ്യുന്നതിനാൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വിഴുപ്പുറം, തിരുവണ്ണാമലൈ, കള്ളക്കുറിച്ചി, കൃഷ്ണഗിരി, റാണിപ്പേട്ട്, തിരുപ്പത്തൂർ, സേലം എന്നിവിടങ്ങളിൽ ശക്തമായ മഴയാണ്. വിഴുപ്പുറത്ത് നിരവധി പേർ വീടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും NDRFും സജ്ജമാണ്. യന്ത്രങ്ങളുടെ സഹായത്തോടെ വെള്ളക്കെട്ട് വറ്റിക്കുകയാണ്. വെള്ളക്കെട്ട് ട്രെയിൻ ഗതാഗതത്തെയും ബാധിച്ചിട്ടുണ്ട്. സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും കേരളം നോക്കി. NDRFിന്റെ 4 ടീമുകൾ ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട്. അതിൽ 2 ടീമുകളെ പൂർണ്ണമായിട്ടും ശബരിമലയിലെ തീർത്ഥാടനം കൂടി പ്രമാണിച്ചുകൊണ്ട് ശബരിമലയിൽ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ITBPയുടെയും CRPFിന്റെയും BSFിന്റെയും അതുപോലെ തന്നെ ആർമിയുടെയും DSCയുടെയും ഒക്കെ ടീമുകളുണ്ട്. വിനിയോഗിക്കേണ്ട ആവശ്യം ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷേ
വടക്കൻ കേരളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ വിന്യസിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാമൂഹികക്ഷേമ പെൻഷൻ പദ്ധതിയിൽ തിരുത്തലിനൊരുങ്ങി സംസ്ഥാന സർക്കാർ. പട്ടികയിൽ കടന്നുകൂടിയ അനർഹരെ കണ്ടെത്തുവാൻ സൂക്ഷ്മ പരിശോധന നടത്തുവാനാണ് സർക്കാരിന്റെ തീരുമാനം. വാർഡ് തലത്തിലായിരിക്കും പരിശോധന. സോഷ്യൽ ഓഡിറ്റിംഗിനായി പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ പട്ടിക വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കുവാനും തീരുമാനമായിട്ടുണ്ട്. അനർഹമായി പെൻഷൻ പറ്റുന്നവർക്കെതിരായ പരാതികൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് തീരുമാനം. സർക്കാർ ജീവനക്കാരുടെ അടക്കം അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരുടെ പട്ടിക പുറത്തു വന്നതോടെയായിരുന്നു പരാതികളുടെ എണ്ണവും വർദ്ധിച്ചത്. പുതിയ നിർദ്ദേശപ്രകാരം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പ്രത്യേക പട്ടിക തയ്യാറാക്കും. വിശദമായ പരിശോധനയ്ക്ക് പേര് വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. അതിനിടെ ജോലിയിലിരിക്കെ സാമൂഹിക പെൻഷൻ കൈപ്പറ്റിയവരുടെ പേര് വിവരങ്ങൾ സർക്കാർ പുറത്തുവിടണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കത്തിലൂടെ ആവശ്യപ്പെട്ടു. പേരുകൾ പുറത്തുവിട്ടില്ലെങ്കിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ കൂടി സംശയത്തിന്റെ നിഴലിലാകുമെന്നും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും നൽകിയ കത്തിൽ പറയുന്നു. സാമൂഹിക പെൻഷൻ പട്ടികയിൽ അനർഹരായ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മുമ്പ് തന്നെ CAG റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. ഇതിൽ പരിഹാര നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ CAGയെ അറിയിച്ചിരുന്നതാണ്. എന്നിട്ടും യാതൊരു നടപടികളും സ്വീകരിച്ചില്ലെന്നത് അത്ഭുതമാണെന്നും കത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം ലഭിക്കുന്ന പദ്ധതിയാണ് ക്ഷേമ പെൻഷൻ. ജീവിതം വഴിമുട്ടിയവർക്ക് മാസം 1600 രൂപ കിട്ടുന്ന സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയിൽ നിന്ന് 10,000ങ്ങൾ ശമ്പളം വാങ്ങുന്ന സർക്കാർ ജീവനക്കാർ കൈയിട്ടുവായിരുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തുവന്നത്. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ മുതൽ കോളേജ് അധ്യാപകർ വരെയുള്ള 1458 പേരാണ് അനധികൃതമായി മാസം തോറും 1600 രൂപ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. ധനവകുപ്പിന്റെ നിർദ്ദേശത്തിൽ ഇൻഫോർമേഷൻ കേരള മിഷൻ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അനധികൃതമായി കൈപ്പറ്റിയ പണം പലിശ സഹിതം തിരിച്ചുപിടിക്കുമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അനർഹമായി 1458 പേർക്ക് മാസം തോറും ക്ഷേമ പെൻഷൻ കിട്ടുമ്പോൾ ഒരു മാസം പൊതുഖജനാവിൽ നിന്ന് നഷ്ടമാകുന്നത് 23 ലക്ഷം രൂപയോളമാണ്. ഒരു വർഷമെടുത്താൽ അത് 2.25 കോടിയോളം വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പാർട്ടി തലവൻ അരവിന്ദ് കെജ്രിവാൾ. ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി നിന്ന് മത്സരിക്കില്ലെന്നാണ് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിക്കുന്നതിനിടെയാണ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന കെജ്രിവാളിന്റെ പ്രഖ്യാപനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AAPയും കോൺഗ്രസും ഡൽഹിയിൽ സഖ്യത്തിലായിരുന്നു മത്സരിച്ചത്. എന്നാൽ ഇന്ത്യ സഖ്യത്തിന് ഡൽഹിയിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി മത്സരിച്ചേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇത്തരം ഊഹാപോഹങ്ങളെ കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പദയാത്രയ്ക്കിടെ ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചത്. ദില്ലിയിൽ പൗരന്മാർക്ക് സുരക്ഷയില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം താൻ ആക്രമിക്കപ്പെട്ടു. ഗുണ്ടാ സംഘത്തിനെതിരെ പരാതി നൽകിയ AAP MLAയെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിക്കാൻ അമിത്ഷായ്ക്ക് കഴിയുന്നില്ല. കൊലപാതകികളെ അറസ്റ്റ് ചെയ്യാൻ ദില്ലി പോലീസിന് ധൈര്യമില്ല. ദില്ലിയിലെ പൗരന്മാരുടെ സുരക്ഷ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും കെജ്രിവാൾ വ്യക്തമാക്കി. കരുനാഗപ്പള്ളിയിലുണ്ടായത് പ്രാദേശിക പ്രശ്നങ്ങളാണെന്നും വിഭാഗീയതയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി അപമാനകരമായ നിലപാട് സ്വീകരിച്ചെന്ന് വരുത്തുവാൻ മാധ്യമങ്ങൾ ശ്രമിക്കുകയാണെന്നും അതിനായി വലിയ പ്രചാരമാണ് മാധ്യമങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ആയിരക്കണക്കിന് ബ്രാഞ്ച് ഏരിയ സമ്മേളനങ്ങൾ നടന്നു. അവിടെയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കരുനാഗപ്പള്ളിയിലേത് ഒറ്റപ്പെട്ട സംഭവമാണ്. സമ്മേളനങ്ങളെല്ലാം നടക്കുന്നത് ആരോഗ്യകരമായ രീതിയിലാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി വിരുദ്ധമായ ഒരു പ്രവണതയും വെച്ചു പൊറപ്പിക്കില്ലെന്നും ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുറ്റം ചെയ്തവരെ സംരക്ഷിക്കുന്ന കോൺഗ്രസിന്റെ രീതിയല്ല CPMന്റേതെന്നും പാർട്ടി കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ടെന്നും വ്യക്തമാക്കിയ അദ്ദേഹം പ്രാദേശിക തലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അതാത് സമയത്ത് ഇടപെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും പ്രതികരിച്ചു. പ്രശ്നങ്ങളെ തുടർന്ന് കരുനാഗപ്പള്ളി CPM ഏരിയ കമ്മിറ്റി കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടിരുന്നു.
CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് നടപടിയെടുത്തത്. സമ്മേളനത്തിൽ പുതിയ നേതൃപാനൽ അവതരിപ്പിച്ചതിലെ എതിർപ്പിനെ തുടർന്ന് കരുനാഗപ്പള്ളിയിൽ CPM വിമതരുടെ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. തൊടിയൂർ, ആലപ്പാട്, കുലശേഖരപുരം സൗത്ത് ഉൾപ്പെടെ 5 ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. അഴിമതിക്കാരായവരെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യമുയർത്തിയായിരുന്നു പ്രതിഷേധം. തുടർന്നായിരുന്നു ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി. പാർട്ടിക്ക് യോജിക്കുന്ന നിലയല്ല സ്വീകരിക്കുന്നത്. അങ്ങനെ വരുന്ന ഏത് പ്രവണതയെയും പാർട്ടി ഒരു തരത്തിലും വെച്ച് പൊറിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കില്ല. പാർട്ടിക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ് പാർട്ടി നിർവഹിച്ചത്. അപമാനം ഒന്ന് നിങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. മാധ്യമങ്ങളുടെ ഒരു ഭാഷയാണ്. യഥാർത്ഥങ്ങൾ ഗൗരവത്തിൽ ആലോചിക്കുകയും പാർട്ടി സംഘടനാ രംഗത്ത് സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ ഒന്നുമില്ലാത്ത ചില പ്രശ്നങ്ങൾ പ്രാദേശിക തലത്തിൽ തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി ഗൗരവപൂർവ്വം ആലോചിച്ച് സംഘടനാപരമായ കർശനമായൊരു നിലപാട് സ്വീകരിച്ചു. ആ കർശനമായ നിലപാട് പിന്നെ എങ്ങനെയാണ് അപമാനകരമായ നിലപാടാകുക? അപ്പോൾ നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്നലെ മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ടി എന്തോ അപമാനകരമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് വരുത്താനാണ്. യഥാർത്ഥത്തിൽ പാർട്ടി കറക്ഷന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. തെറ്റായ ഒരു പ്രവണതയെയും പാർട്ടി വെച്ച് പൊറിപ്പിക്കില്ല. ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഈ പാർട്ടിക്ക് കൈകാര്യം ചെയ്യാനും പാർട്ടി സംഘടനാ പ്രവർത്തനം മുന്നോട്ടേക്ക് നയിക്കാനും സാധിക്കുള്ളൂ എന്ന കൃത്യമായ മെസ്സേജാണ്, എന്ന കൃത്യമായ നിലപാടാണ് പാർട്ടി സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയത്. അതിനെ പാർട്ടി വിരുദ്ധമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രചാരവേലയാണ് ഇന്നലെ പാർട്ടി ആ നിലപാട് സ്വീകരിച്ചത് മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിൽ നല്ലൊരു വിഭാഗം. അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ലോകത്തിൻ്റെ മുമ്പിലെ ഏറ്റവും ശരിയായൊരു ഉദാഹരണം മാത്രമാണ്. അതാണ് പറയാനുള്ളത്. നിങ്ങൾ ഈ വിഭാഗീയത എന്ന് പറയുന്നത് അവിടെയുണ്ടായ പ്രാദേശികമായ ചില പ്രശ്നങ്ങളാണ്. അതിൽ വേറെ ഒരു വിഭാഗീയത എന്നത് കാണാനില്ല. പാർട്ടിക്ക് യോജിക്കുന്ന നിലയല്ല സ്വീകരിക്കുന്നത്. അങ്ങനെ വരുന്ന ഏത് പ്രവണതയെയും പാർട്ടി ഒരു തരത്തിലും വെച്ച് പൊറിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കില്ല. അതിനെന്ത് വേണമെങ്കിൽ വിളിക്കാം. ഒറ്റപ്പെട്ട സംഭവമാണ്. 38,000 ബ്രാഞ്ച് സമ്മേളനം നടന്നല്ലോ. ഒറ്റപ്പെട്ട സംഭവമായിട്ടില്ല. അവിടെ ഏതെങ്കിലും ചില പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ആയിരക്കണക്കിന് ലോക്കൽ സമ്മേളനങ്ങൾ നടന്നല്ലോ. ആ സമ്മേളനങ്ങളിൽ ഇതുപോലെ വളരെ അപൂർവമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ 207 ഏരിയ സമ്മേളനം നടക്കാൻ പോവാണ്. എവിടെയും കാര്യം ഗൗരവകരമായി ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ ഇവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് പോകുമെന്നുള്ളതിൻ്റെ തെളിവാണ് സമ്മേളനങ്ങളുടെ ഇന്നത്തെ അനുഭവം. അതുകൊണ്ട് സമ്മേളനങ്ങളെല്ലാം നടക്കുന്നത് വളരെ ആരോഗ്യകരമായ രീതിയിൽ തന്നെയാണ്. ഊണിത്തുറയിൽ വേറൊരു പ്രശ്നമാണ്. അത് ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രശ്നങ്ങൾ പാർട്ടി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആരെയും സംരക്ഷിക്കുകയല്ല ചെയ്യുക. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. കോൺഗ്രസ് ധീരജനെ പോലെയുള്ള ഏറ്റവും ശ്രദ്ധേയനായ പാർട്ടി കേഡറെ, SFI നേതാവിനെ വെട്ടിക്കൊന്ന പൈലി എൻ്റെ കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് സംരക്ഷിച്ച രീതിയുണ്ടല്ലോ. ആ രീതിയല്ല CPIMൻ്റെ രീതി. കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും സ്വീകരിക്കും. ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന അപ്പോൾ ഇടപെടും, ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതുതന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. തിരുവല്ലയിൽ മാത്രമല്ല, എവിടെയെന്ന് ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലുടനീളമാണ് പറയുന്നത്. കേരളത്തിലെ പാർട്ടി ഏതെങ്കിലും തെറ്റിനോട് ഏതെങ്കിലും രീതിയിലുള്ള കോംപ്രമൈസ് ഇല്ല. കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടി കറക്ഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ വലിയ ബേജാറാവേണ്ട യാതൊരു കാര്യമില്ല. അത് ഇത് തന്നെ അതുപോലെ തന്നെ ചില പ്രശ്നം സമാന്തരമൊന്നുമില്ല. എന്ത് കൺവെൻഷൻ പോകുന്നതിന് വേറെ ആരെങ്കിലും പോയിട്ട് കൺവെൻഷൻ നടത്തുന്നത് സമാന്തര കൺവെൻഷൻ, ആരെങ്കിലും പോയിട്ട് കൺവെൻഷൻ നടത്തിയിട്ട് സമാന്തര കൺവെൻഷൻ പറയും. അത് നിങ്ങളുടെ ഭാഷയാണ്, പത്രഭാഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഭാഷ. അവിടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകുന്നില്ല. അതൊന്നും പ്രശ്നമുള്ള വലിയ പ്രശ്നമായിട്ട് കാണുന്നില്ല. കിഴക്കൻ യുക്രൈനിലെ ഇല്ലിങ്ക, പെട്രോവ്ക പ്രദേശങ്ങൾ പിടിച്ചെടുത്തതായി റഷ്യൻ സേന അവകാശപ്പെട്ടു. തന്ത്രപ്രധാന പ്രൊക്കോസ് പട്ടണത്തിലേക്ക് മുന്നേറുവാനുള്ള ശ്രമത്തിലാണ് റഷ്യൻ സേന. ഇതിനിടെ തെക്കൻ യുക്രൈനിലെ ഗേർസണിൽ റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യുക്രൈൻ സേന റഷ്യയിലെ ബ്രിയാൻസ്കിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു കുട്ടി കൊല്ലപ്പെട്ടു. ഇതിനിടെ ലോകരാജ്യങ്ങൾക്ക് ഒരു സംശയവും വേണ്ടെന്നും തങ്ങളുടെ പിന്തുണ റഷ്യയ്ക്ക് തന്നെയെന്നും പ്രഖ്യാപിച്ച് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ രംഗത്തെത്തി. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് പൂർണ്ണ പിന്തുണയെന്നും കിം ജോങ് ഉൻ ആവർത്തിച്ചു.
പരമാധികാരം സംരക്ഷിക്കാനുള്ള റഷ്യൻ പോരാട്ടത്തിന് എല്ലാ സഹായവും ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യൻ പ്രതിരോധ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കിം ജോങ് ഉൻ ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചത്. അതിനിടെ കഴിഞ്ഞ മാസം യുക്രൈൻ ദീർഘദൂര മിസൈൽ ആക്രമണം നടത്തിയതായി റഷ്യ അറിയിച്ചത്. ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിൽ യുക്രൈനുമേൽ ഏർപ്പെടുത്തിയ വിലക്ക് US നീക്കിയതിനു പിന്നാലെയാണ് US നിർമ്മിത മിസൈൽ വഴി ആക്രമണം നടത്തിയത്. റഷ്യയുടെ ബ്രയാൻസ്ക് മേഖലയിലേക്ക് മിസൈലുകൾ യുക്രൈൻ തൊടുത്തുവിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. അതേസമയം ആണവായുധ പരീക്ഷണത്തിനുള്ള നീക്കത്തിലാണ് റഷ്യ. ആണവായുധ പരീക്ഷണം വീണ്ടും നടത്തുമോ എന്ന ചോദ്യത്തോട് അതിനുള്ള സാധ്യത തള്ളാതെയുള്ള മറുപടിയാണ് റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി യാബ്കോവ് നൽകിയത്. പരീക്ഷണം പുനരാരംഭിക്കുന്നത് പരിഗണനയിലുള്ള കാര്യമെന്നും സെർജി യാബ്കോവ് വിവരിച്ചു. 1990-ന് ശേഷം റഷ്യ ആണവായുധ പരീക്ഷണം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ആണവായുധ പരീക്ഷണത്തിലേക്ക് റഷ്യ കടക്കുന്നുവെന്ന റിപ്പോർട്ടുകളെ അതീവ ശ്രദ്ധയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. 1.5 വർഷം പിന്നിട്ടിട്ടും മണിപ്പൂർ വംശീയ കലാപം അവസാനിപ്പിക്കാൻ കഴിയാത്തതിൽ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ രാജിക്കായി കൂടുതൽ പേർ രംഗത്ത്. BJPയിലെ ഒരു വിഭാഗം MLA-മാരും NDAയുടെ ഭാഗമായ രാഷ്ട്രീയ പാർട്ടികളും അയൽ സംസ്ഥാനമായ മിസോറാമിന്റെ മുഖ്യമന്ത്രിയും രാജി ആവശ്യപ്പെട്ടെങ്കിലും ബിരേൻ സിംഗ് വഴങ്ങിയിട്ടില്ല. ബീരൻ സിംഗിനെ മാറ്റിയാൽ ഇംഫാൽ താഴ്വരയിൽ വൻ പ്രക്ഷോഭമുണ്ടാകുമെന്നതിനാൽ BJP കേന്ദ്ര നേതൃത്വവും ഇതിനെ മുതിരുന്നില്ല. NDA ഘടകകക്ഷിയായ മിസോ നാഷണൽ ഫ്രണ്ടിനു പുറമെ മിസോറാം മുഖ്യമന്ത്രി ലാൽഡു ഹോമയും ബിരേൻ സിംഗിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു. BJPക്കും മണിപ്പൂരിനും മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ഭാരമാണെന്നാണ് ലാൽഡു ഹോമ പറഞ്ഞത്. ഇതിനെതിരെ മിസോ നാഷണൽ ഫ്രണ്ട് ദേശവിരുദ്ധരാണെന്നായിരുന്നു മണിപ്പൂർ സർക്കാരിന്റെ ആദ്യ പ്രതികരണം. ഇന്ത്യയിലെയും മ്യാൻമറിലെയും ബംഗ്ലാദേശിലെയും സ്ഥലങ്ങൾ ഉൾപ്പെടുത്തി കുക്കി ചിൻ സ്വതന്ത്ര ക്രിസ്ത്യൻ മിസോറാം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും മണിപ്പൂർ സർക്കാർ ആരോപിച്ചു. ആദ്യ ബിരേൻ സിംഗ് സർക്കാരിലെ ഘടകകക്ഷിയും BJP കഴിഞ്ഞാൽ മണിപ്പൂരിലെ ഇപ്പോഴത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയുമായ നാഷണൽ പീപ്പിൾസ് പാർട്ടി ഈ മാസം സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു. ബിരേൻ രാജിവെക്കണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു. NDAയുടെ ഭാഗമാണ് മേഘാലയ ഭരിക്കുന്ന നാഷണൽ പീപ്പിൾസ് പാർട്ടി. ബിരേൻ സിംഗിനെ മാറ്റണമെന്ന് 19 BJP MLA-മാർ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. എന്നാൽ കുറച്ചുപേർ മാത്രമാണ് പരസ്യമായി പറയാൻ ധൈര്യപ്പെടുന്നത്. ബിരേൻ സിംഗിനെതിരെ പ്രതികരിച്ച കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും MLA-യുമായ മേഘചന്ദ്രയെ തീവ്ര മേത്തൈ സംഘടനയായ ആരംഭായ് തെങ്കോൽ മർദ്ദിച്ചിരുന്നു. മണിപ്പൂരിലെ പ്രശ്നങ്ങൾ അസമിനെയും ബാധിക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. പുതിയ FBI മേധാവിയായി ഇന്ത്യൻ വംശജൻ ക്യാഷ് പട്ടേലിനെ നാമനിർദ്ദേശം ചെയ്ത് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ കുറ്റാന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ തലപ്പത്തേക്ക് ക്യാഷ് പട്ടേലിനെ നിയമിക്കുന്ന കാര്യം ട്രംപ് തന്നെയാണ് പുറത്തുവിട്ടത്. കടുത്ത ട്രംപ് അനുകൂലിയായ ക്യാഷ് പട്ടേൽ FBI അടച്ചുപൂട്ടണമെന്ന നിലപാട് വരെ പ്രഖ്യാപിച്ച വ്യക്തിയാണ്. FBI-യുടെ അടുത്ത ഡയറക്ടറായി ക്യാഷ് പട്ടേൽ ചുമതലയേൽക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തത്. ക്യാഷ് ഒരു മികച്ച അഭിഭാഷകനും അന്വേഷകനും അമേരിക്കയുടെ ആദ്യ പോരാളിയുമാണ്. അഴിമതി തുറന്നുകാട്ടാനും നീതിയെ സംരക്ഷിക്കാനും അമേരിക്കൻ ജനതയെ സംരക്ഷിക്കാനുമാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതം മാറ്റിവെച്ചതെന്നും ട്രംപ് പറഞ്ഞു. കുടിയേറ്റ പ്രശ്നങ്ങളും ക്രിമിനൽ സംഘങ്ങളുടെ വിളയാട്ടവും അടക്കം അടിച്ചമർത്താൻ ലക്ഷ്യമിട്ടാണ് ക്യാഷിനെ ട്രംപ് FBI തലപ്പത്തേക്ക് എത്തിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ട്രംപ് ഭരണത്തിൽ പ്രതിരോധ വകുപ്പ് ഡയറക്ടർ, നാഷണൽ ഇന്റലിജൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ കൗണ്ടർ ടെററിസം സീനിയർ ഡയറക്ടർ തുടങ്ങി സുപ്രധാന പദവികൾ ക്യാഷ് വഹിച്ചിരുന്നു. കാനഡ വഴി അമേരിക്കയിലേക്ക് കുടിയേറിയതാണ് ഗുജറാത്തി വേരുകളുള്ള ക്യാഷിന്റെ കുടുംബം. 1980 ഫെബ്രുവരി 25-ന് ന്യൂയോർക്കിലെ ഗാർഡൻ സിറ്റിയിൽ ജനിച്ച ക്യാഷ് റിച്ച്മണ്ട് സർവകലാശാലയിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കി. ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നായിരുന്നു രാജ്യാന്തര നിയമത്തിൽ ബിരുദം നേടിയത്. അതിനിടെ ഡോളറിന് പകരം വിനിമയത്തിൽ മറ്റ് കറൻസികളെ ആശ്രയിച്ചാൽ 100% നികുതി എന്ന ഭീഷണിയുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇന്ത്യ ഉൾപ്പെടുന്ന ബ്രിക്സ് രാഷ്ട്രങ്ങൾക്കാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ബ്രിക്സ് രാഷ്ട്രങ്ങൾ പുതിയ കറൻസി നിർമ്മിക്കാനോ US ഡോളറിന് പകരം മറ്റൊരു കറൻസിയോ പിന്തുണയ്ക്കാനോ ശ്രമിച്ചാൽ 100% ചുങ്കം ചുമത്തുമെന്നാണ് സ്വന്തം സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ
ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചത്. ഇക്കാര്യത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്ന് ഉറപ്പുവേണം. മറിച്ചൊരു ശ്രമമുണ്ടായാൽ അമേരിക്കൻ വിപണിയോട് വിട പറയേണ്ടി വരുമെന്നും ട്രംപ് ഓർമ്മപ്പെടുത്തി. സിറിയയിലെ ഏറ്റവും വലിയ നഗരമായ അലപ്പോയിൽ സ്ഥാനമുറപ്പിച്ച വിമതസേന സമീപ പ്രവിശ്യയായ ഹമയിലെ 4 പട്ടണങ്ങളും കൂടി പിടിച്ചെടുത്തു. സർക്കാർ സേന ചെറുത്തുനിൽപ്പിന് നിൽക്കാതെ പിന്തിരിയുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഹയത്ത് തഹ്രീർ അംഷംസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സംഘടനകളുടെ കൂട്ടായ്മയായ വിമതസേന അലപ്പോ രാജ്യാന്തര വിമാനത്താവളത്തിന്റെ നിയന്ത്രണവും ഏറ്റെടുത്തുവെന്നാണ് യുദ്ധ നിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി അറിയിച്ചത്. ആഭ്യന്തര യുദ്ധകാലത്ത് 2016 അലൈപ്പോ, ഹമ നഗരങ്ങൾ മാസങ്ങളോളം വിമതരുടെ കയ്യിലായിരുന്നു. വിമതരുടെ ശക്തി കേന്ദ്രമായ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് ആരംഭിച്ച സായുധ നീക്കം 2 ദിവസം കൊണ്ടാണ് അലപ്പോയിൽ പ്രവേശിച്ചത്. രാജ്യത്തിന്റെ അഖണ്ഡതയും സ്ഥിരതയും പ്രതിരോധിക്കുമെന്നും ഭീകരരെ പരാജയപ്പെടുത്തുമെന്നും അസദ് പ്രതികരിച്ചു. അലപ്പോയിൽ നിന്ന് പിന്മാറിയത് സംഘർഷത്തിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണെന്നും സിറിയൻ സൈന്യം വിശദീകരിച്ചു. വിമത നിയന്ത്രണത്തിലുള്ളതും തുർക്കി അതിർത്തിയോട് ചേർന്നതുമായ ഇഡ്ലിബ് പ്രവിശ്യയിൽ ഇന്നലെ റഷ്യൻ സിറിയൻ പോർ വിമാനങ്ങൾ ആക്രമണം നടത്തി. 40 ലക്ഷത്തോളം അഭയാർത്ഥികൾ താൽക്കാലിക കൂടാരങ്ങളിൽ കഴിയുന്ന ഇഡ്ലിബ് നഗരത്തിലെ ജനവാസ മേഖലയിലും ബോംബാക്രമണമുണ്ടായെന്ന് ആരോപണമുയർന്നെങ്കിലും സിറിയ നിഷേധിച്ചു. സിറിയൻ സേന വിമത കേന്ദ്രങ്ങളിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചായിരുന്നു അലൈപ്പോയിലെ ആക്രമണമെന്ന് തുർക്കി വൃത്തങ്ങൾ പറഞ്ഞു. ചെറിയ തോതിലുള്ള ആക്രമണമാണ് അലൈപ്പോയിൽ പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ സിറിയൻ സേന ചെറുത്തുനിൽപ്പില്ലാതെ പിൻവാങ്ങിയതോടെ വിമതർ ആക്രമണം വ്യാപിപ്പിക്കുകയായിരുന്നു. ഇതിനിടെ സിറിയയുടെ മിത്രമായ റഷ്യ വിമത കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം തുടരുകയാണ്. വിമാനത്താവളത്തിൽ നിലയുറപ്പിച്ച ചിത്രങ്ങൾ വിമതസേന പുറത്തുവിട്ടു. 2016 സൈന്യം നഗരം തിരിച്ചുപിടിച്ച ശേഷം ആദ്യമായാണ് HTSന്റെ നേതൃത്വത്തിലുള്ള വിമതർ അലൈപ്പോ നഗരത്തിൽ പ്രവേശിക്കുന്നത്. അലൈപ്പോയുടെ 5 സമീപ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഇവർ ഏറ്റെടുത്തു. ഇഡ്ലിബിലും അലൈപ്പോയിലുമായി തന്ത്രപ്രധാനമായ 50 പട്ടണങ്ങളും ഗ്രാമങ്ങളും അവർ പിടിച്ചു. അലൈപ്പോ സർവകലാശാലയ്ക്ക് നേരെ വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ 2 വിദ്യാർത്ഥികളടക്കം 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. അലൈപ്പോ വിമാനത്താവളം അടച്ചിട്ട് ശനിയാഴ്ചത്തെ എല്ലാ വിമാനങ്ങളും റദ്ദാക്കുകയും ചെയ്തിരുന്നു. കൊടകര കുഴൽപ്പണ കേസിൽ വീണ്ടും ആരോപണവുമായി തിരൂർ സതീഷ്. BJPയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 9 കോടി രൂപ കള്ളപ്പണം സൂക്ഷിച്ചുവെന്നും പിന്നീട് ഈ പണം എവിടേക്ക് കൊണ്ടുപോയി എന്ന കാര്യം തനിക്കറിയില്ലെന്നും തിരൂർ സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 9 കോടി 6 ചാക്കുകളിലായി കൊണ്ടുവന്നു എന്നതായിരുന്നു തന്റെ മൊഴിയെന്നും വെളിപ്പെടുത്തലിന്റെ അനുബന്ധ രേഖകൾ തൽക്കാലം പ്രദർശിപ്പിക്കുന്നില്ല എന്നും തിരൂർ സതീഷ് പറഞ്ഞു. കള്ളപ്പണം തടയുമെന്ന് പറഞ്ഞ് അധികാരമേറ്റ നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് കള്ളപ്പണം സൂക്ഷിച്ചത്. പ്രധാനമന്ത്രി പറയുന്നതനുസരിച്ചാണെങ്കിൽ കള്ളപ്പണം സൂക്ഷിച്ച ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടേണ്ടതല്ലേ എന്നും സതീഷ് ചോദിച്ചു. താൻ കൊണ്ടുവന്ന 9 ചാക്കിൽ 3 ചാക്ക് ജില്ലാ ട്രഷറർ 3 പേർക്ക് കൈമാറി. എവിടേക്ക് കൊണ്ടുപോയെന്ന കാര്യം തനിക്കറിയില്ല. ധർമ്മരാജൻ പണം എത്തിച്ച ദിവസം തന്നെയാണ് 3 ചാക്കുകൾ ഓഫീസിൽ നിന്ന് കൊണ്ടുപോയത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന 1.5 കോടി ആരൊക്കെ ചേർന്നാണ് വീതം വെച്ചത്? ഈ പണം ആരെല്ലാം ചേർന്ന് വീതം വെച്ചു എന്ന് പോലീസ് അന്വേഷിക്കണമെന്നും തിരൂർ സതീഷ് ആവശ്യപ്പെട്ടു. BJP മുൻ ഓഫീസ് സെക്രട്ടറിയായിരുന്ന തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിലൂടെയാണ് വീണ്ടും കൊടകര കള്ളപ്പണക്കേസ് ചർച്ചയായത്. കൊടകരയിൽ കുഴൽപ്പണമായി എത്തിയത് BJPയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടാണെന്നായിരുന്നു സതീഷ് വെളിപ്പെടുത്തിയത്. ചാക്കുകെട്ടുകളിലായാണ് പണം എത്തിച്ചതെന്നും പണം കൊണ്ടുവന്നവർക്ക് മുറിയെടുത്ത് നൽകിയത് താനാണെന്നും സതീഷ് വെളിപ്പെടുത്തിയിരുന്നു. ആരോപണത്തിന് തൊട്ടു പിന്നാലെ സതീഷിനെ തള്ളി BJP സംസ്ഥാന സെക്രട്ടറി K സുരേന്ദ്രനും BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറും രംഗത്തെത്തിയിരുന്നു. ഇതിനു മുന്നേ തന്നെ എനിക്ക് അത് പറയേണ്ട സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു. പിന്നെ അതും കഴിഞ്ഞ് ബാക്കി 1.5 കോടി രൂപ ഉണ്ടായിരുന്നു. ഈ പണം എല്ലാം വിതരണം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും ബാക്കി 1.5 കോടി രൂപ 1 മാസത്തോളം പാർട്ടി അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ 1.5 കോടി രൂപ ഒരു ചാക്കിലും 2 ബിഗ് ഷോപ്പറിലായിട്ട് വീതം വെച്ചിട്ട് 1 മാസത്തിന് ശേഷം, അതായത് തൃശ്ശൂർ പൂരത്തിന് ശേഷം, ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് തൃശ്ശൂർ പൂരം അന്ന് വന്നിട്ടുള്ളത്. തൃശ്ശൂർ പൂരത്തിന് ശേഷം ഈ ഒരു ചാക്കും 2 ബിഗ് ഷോപ്പറും കൂടിയിട്ട് എവിടേക്ക് കൊണ്ടുപോയി? ഇത് കൊണ്ടുപോയത് ജില്ലാ പ്രസിഡന്റിന്റെ കാറിലാണ്, അനീഷിന്റെ കാറിലാണ്. അനീഷ് കാറിലുണ്ട്, ഡ്രൈവർ ഇല്ല. അനീഷാണ് ഈ കാറിൽ ഈ പണം ആയിട്ട് സുജയ് സേനനും ഹരിയും കൂടിയിട്ട് ഈ കാറിൽ കൊണ്ടുവച്ചത്.
എന്നിട്ട് ഈ കാറിൽ കൊണ്ട് ഈ പണം കൊണ്ട് എവിടേക്ക് പോയി, എന്ത് ചെയ്തു ആ പണം വെളിപ്പെടുത്തണം. ജില്ലയിൽ നടക്കുന്നത് പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൽ നടക്കുന്നത് ഫുള്ള് കള്ളത്തരങ്ങളാ, മുഴുവൻ കള്ളത്തരങ്ങളാണ്. ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണം അടിയന്തരമായിട്ട്. എന്നിട്ട് ഈ കള്ളപ്പണം ഉപയോഗിച്ച ആളുകളെ അതിന്റെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. എനിക്ക് ഈ പോലീസിനോടും ഞാൻ അവസാനമായിട്ട് പറഞ്ഞ കാര്യം തന്നെയാ, നിയമത്തിന് മുന്നിൽ കള്ളപ്പണം ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് രാജ്യദ്രോഹ കുറ്റമാണ്. ആ രാജ്യദ്രോഹം കുറ്റം ചെയ്ത ആളുകളെ പോലീസ് അല്ലെങ്കിൽ ആ കള്ളപ്പണം കൈകാര്യം ചെയ്യേണ്ട വിഭാഗം ED ആയാലും എന്താണെങ്കിലും അത് ഇവരെ കൊണ്ട് ചോദ്യം ചെയ്തിട്ട് ഈ പണം എന്തിനു വേണ്ടി ഉപയോഗിച്ചു, ആരെല്ലാം കൈകാര്യം ചെയ്തു, ആർക്കെല്ലാം വീതം വെച്ചു, ആ പണം കൊണ്ട് എന്തെല്ലാം ഉപയോഗം നടത്തി, വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ, വാഹനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥകളും ഈ കള്ളപ്പണത്തിന്റെ ഉറവിടവും പോലും ഇവരിൽ നിന്ന് അറിയാൻ കഴിയും എന്ന. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.